മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, सिरिया की बेटी संस्मरण का एक अंश पढ़ें और 1 से 4 तक के प्रश्नों के उत्तर लिखें. സിരിയ കി ബേട്ടി എന്ന സംസ്മരണിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 4-5 दुकानों के बीच एक छोटा कैफे दिखाई दिया. मैंने वहां से पानी की एक बोतल उठा ली. पैसे देने के लिए काउंटर के पास गई तो पता चला कि मेरे कार्ड नहीं चलेगा. मैंने उसे दूसरा कार्ड पेश किया. वह भी नहीं चला. मेरे पास तो उतना कैश भी नहीं था. मैंने बोतल वापस दुकान पर रखी. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലേഖികാനെ ദുക്കാൻ സെ ക്യാ ലിയ. ലേഖിക കടയിൽ നിന്ന് എടുത്തത് എന്താണ്? പാനിക്ക് ബോത്തൽ. രണ്ടാമത്തെ ചോദ്യം, മേര ഇസ്മേ നിഹിത് സർവനാം കോൻസാ ഹെ. മേം ആണ് മേര എന്നതിലെ സർവനാമമായിട്ട് വരുന്നത്. മേം ആണ്. മേം പ്ലസ് ക ആണ് മേര. തുർക്കി എയർപോർട്ട് में हुए अनुभवों के आधार पर लेखिका डायरी लिखती है. लेखिका की वह डायरी कल्पना करके लिखी. അടുത്തത് തുർക്കി എയർപോർട്ടിൽ ലേഖികയ്ക്കുണ്ടായ അനുഭവം. ലേഖിക ഡയറി എഴുതുകയാണ്. ആ ഡയറി സങ്കല്പിച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയറി എഴുതിയത് നോക്കാം. आज का दिन मेरे लिए अविस्मरणीयത. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. युद्ध की अनिश्चितता के कारण तुर्की का वह एयरपोर्ट में फ्लाइट को 24 घंटे तक मुझे इंतजार करना पड़ा. യുദ്ധത്തിൻ്റെ അനിശ്ചിതത്വം കാരണം എൻ്റെ വിമാനത്തിനായി എനിക്ക് 24 മണിക്കൂർ 24 घंटे തക്ക് 24 മണിക്കൂർ വരെ ഇന്തസാർ കർണ പട പ്രതീക്ഷിച്ചിരിക്കേണ്ടി വന്നു. ഫോൺ ബന്ധത. എൻ്റെ ഫോൺ ബന്ധായിരുന്നു. അതായത് എൻ്റെ ഫോൺ ബാറ്ററി ഒന്നും ഇല്ലാതെ ചാർജ് ഇല്ലാതെ ഓഫായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഫോൺ ഓഫായിരുന്നു. ഘർവാലോ സെ ബാത്ത് നഹി ഹോ പായി. അതിനാൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധ കി പീഡ കോ ഇത്തനെ പാസ് സെ പഹലി ബാർ മഹസൂസ് കിയ. ആദ്യമായി യുദ്ധത്തിൻ്റെ വേദന ഞാൻ അനുഭവിച്ചറിഞ്ഞു. വഹീം സിരിയ ജാ രഹി ഏക് ലഡ്കി സെ മുലാഖാത്ത് ഹുയി. അവിടെ ഞാൻ സിരിയയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് കൂടിക്കാഴ്ചയുണ്ടായി. എനിക്ക് അവിടെ വെച്ച് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടാൻ സാധിച്ചു. ഉസ്കി മുസ്കാൻ ആർ മദദ് നെ മനുക്കോ സക്കൻ ദിയ. ഉസ്കി മുസ്കാൻ അവളുടെ പുഞ്ചിരിയും, ആർ മദദ് അവളുടെ സഹായവും, മനുക്കോ സക്കൻ ദിയ ഹൃദയത്തെ കുളിർപ്പിച്ചു. മുജെ ഉസ്കെ ദൃഢനിശ്ചയ പർ ആശ്ചര്യ ലഗ. എനിക്ക് അവളുടെ ദൃഢനിശ്ചയത്തിൽ ആശ്ചര്യം തോന്നി. സ്വയം अपना जीवन खतरे में डालकर वह युद्ध के मुख में जा रही है. തൻ്റെ ജീവൻ ആപത്തിലാക്കിക്കൊണ്ട് അവൾ യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. മേരി ഈശ്വർ സെ ദുവാ ഹെ കി ഉസ് ലഡ്കി ഏവം ഉസ്കെ ബച്ചെ കോ രക്ഷാ കരേ. എനിക്ക് ഈശ്വരനോടുള്ള പ്രാർത്ഥനയാണ് ആ പെൺകുട്ടിയെയും അവളുടെ കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അകലെ ദിൻ കി ശുഭ പ്രതീക്ഷ കെ സാത്ത്. അടുത്ത ദിവസത്തിൻ്റെ നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട്. അത്രയും പറഞ്ഞുകൊണ്ടാണ് ലേഖികയുടെ ഡയറി ഇവിടെ അവസാനിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം നോക്കാം.
ലേഖിക ने पानी की बोतल दुकान में वापस रखी क्यों? ലേഖിക വെള്ളത്തിന്റെ ബോട്ടിൽ തിരിച്ച് കടയിൽ തന്നെ വെച്ചു. എന്തുകൊണ്ട്? എന്തിനാണ് ലേഖിക അങ്ങനെ ചെയ്തത് എന്നാണ് ചോദ്യം. ആൻസർ ലേഖിക കെ പാസ്. ഇവിടെ മേരെ എന്നുള്ളിടത്ത് ലേഖിക എന്ന് എഴുതാട്ടോ. ലേഖിക കെ പാസ് ഉത്തന ക്യാഷ് नहीं था, उतना कैश भी नहीं था, इसलिए बोतल वापस दुकान पर रखी. मैम ने എന്നുള്ളടത്ത് इसलिए बोतल वापस दुकान पर रखी. അപ്പം എന്താ അതിൻ്റെ ആൻസർ? ലേഖിയുടെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. ലേഖിയ കെ പാസ് ഉത്തന ക്യാഷ് नहीं था. മനസ്സിലായ? ഇനി അടുത്ത ചോദ്യം. ഖുശ്ബു രചത്തെ ഹെ ഹാത്ത് എന്ന കവിതയിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. യഹി ഇസ് ഗലി മേ ബൻതി ഹെ മുൽക്ക് की मशहूर अगरबत्तियाँ. इन्हीं गंदे मोहल्लों के गंदे लोग बनाते हैं केवड़ा, गुलाब, गस और रात रानी अगरबत्तियाँ. दुनिया की सारी गंदगी के बीच दुनिया की सारी खुशबू रचते हैं हाथ. ചോദ്യം നോക്കാം. कवि और कविता का परिचय देते हुए इन पंक्तियों का ആശയ ലിഖിയും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. കവിയെ പരിചയം നൽകിക്കൊണ്ട് ഈ കവിതയുടെ ഈ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആശയം എഴുതിയത് നോക്കാം. खुशबू रचते हैं हाथ കവിത അരുൺ കമൽ ने लिखा है. खुशबू रचते हैं हाथ എന്ന കവിത അരുൺ കമൽ എഴുതിയതാണ്. കവി कहता है कि കവി പറയുന്നു എന്തെന്നാൽ ഖുശ്ബു കാ മത്ലബ് സിർഫ് സുഗന്ധ് നഹി. ഖുശ്ബു എന്നതിൻ്റെ അർത്ഥം കേവലം സുഗന്ധം എന്ന് മാത്രമല്ല, ബൽക്കി മെഹനത്ത് അച്ചായി और दुनिया में भलाई फैलाना की प्रतीक है. മറിച്ച് മെഹനത്ത് പരിശ്രമം, അതുപോലെ തന്നെ നന്മ, और ദുനിയാമേ ബലായി ലോകത്തെ നന്മ വ്യാപിപ്പിക്കുക എന്നതിൻ്റെയൊക്കെ പ്രതീകമാണ്. മസ്തൂർ വർഗ് കെ ലോഗ് ഹി ഇസ് ദുനിയ കോ സുന്ദർ और ഖുശ്ബൂദാർ ബനാത്തെ ഹെ. തൊഴിലാളി വർഗത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ ലോകത്തെ സുന്ദരവും സുഗന്ധപൂരിതവുമാക്കുന്നത്. ബച്ചെ और ബൂട്ടെ തക്ക് കെ മസ്തൂർ ലോഗോं के मेहनत से ही सब कुछ बनाते हैं. ബച്ചെ ആർ ബൂട്ടെ തക്ക് കുട്ടികളും അതുപോലെ തന്നെ വൃദ്ധന്മാർ വരെയുള്ള കുട്ടികൾ തുടങ്ങിയിട്ട് വൃദ്ധന്മാർ വരെയുള്ള തൊഴിലാളി വർഗത്തിലുള്ള ആളുകൾ മെഹനത്ത് ചെയ്യ അവരുടെ പരിശ്രമം കൊണ്ട് സബ് കുച്ച് ബനാത്തെ ഹെ എല്ലാം ഉണ്ടാക്കുന്നു. യഹാം തക്ക് ഇവിടം വരെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നു. എവിടം വരെയുള്ള സാധനങ്ങൾ അവരുണ്ടാക്കുന്നു? ഖുശ്ബൂദാർ അഗർബത്തിയാം ബി വളരെയധികം സുഗന്ധപൂരിതമായിട്ടുള്ള ചന്ദനത്തിരികൾ കൂടി അവരാണ് ഉണ്ടാക്കുന്നത്. ബിനാ മസ്തൂരോം സേ കോയി ബി സമാജ് ആകെ ബഡ് നഹി സക്ത. തൊഴിലാളികളില്ലാതെ ഒരു സമൂഹത്തിനും പുരോഗതി ഉണ്ടാക്കാൻ കഴിയുകയില്ല, പുരോഗമിക്കാൻ കഴിയുകയില്ല. എത്രയാണ് ആ കവിതയുടെ ആശയം വരുന്നത്? അടുത്ത ചോദ്യം നോക്കാം. संकेतों के आधार पर खुशहाल समाज के निर्माण में മസ്ദൂർ വർഗ് കി ഭൂമിക. ഈ വിഷയത്തിൽ ലഘുലേഖ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലഘുലേഖ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലുള്ള ആ ലഘുലേഖ തന്നെ നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദുനിയാ കി സാരി ഖുശ്ബൂ രചത്തെ ഹെ ഹാത്ത് ഇസ് പങ്ക്തി മേ കിൻകെ ഹാത്തോं के बारे में चर्चा हुई है. ദുനിയാ കി സാരി ഖുശ്ബൂ രചത്തെ ഹാത്ത് എന്നതിൽ ആരുടെ കൈകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ചോദ്യം. മസ്ദൂരോക്കെ തൊഴിലാളി വർഗത്തിൻ്റെ കൈകളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം ചൗക്ക് എന്ന കവിതയിൽ നിന്നാണ്.
7ഉം 8ഉം ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇതൊന്ന് എഴുതേണ്ടത്. ലേക്കിൻ അബ് ബി ഉൻ ദോടെ സെ ദിനോं के कई दशकों बाद भी जब कभी मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ उन स्त्रियों की याद आती है. ക്വസ്റ്റ്യൻ നോക്കാം. നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം. അങ്ങനെ പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ ഇവിടെ ആശയം തന്നിട്ടുണ്ട്. ഈ ആശയം വരുന്ന വരികളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ജബ് കവി കിസി ബഡേ ഷഹർ കെ അസ്ത വ്യസ്ത ചൗക്ക് സെ ഗുസർത്താ ഹെ तो उसे अपने बचपन में स्कूल ले जाने वाली उन स्त्रियों की याद आती है. കവി എപ്പോഴാണോ കിസി ബഡേ ഷഹർക്കെ ഏതെങ്കിലും ഒരു വലിയ പട്ടണത്തിലെ അസ്തവ്യസ്ത ചൗക്കസ് വളരെയധികം തിരക്കേറിയ നാൽക്കവലയിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ ആ സമയത്ത് ബച്പൻമേ സ്കൂളിലെ ജാനെ കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ സ്ത്രീകളുടെ ഓർമ്മ വരുന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ് ഈ 3 ലൈനാണ്. ഈ 3 ലൈനാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. जब कभी मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ और स्त्रियों की याद आती है. അടുത്ത ചോദ്യം നോക്കാം. വിശേഷൺ ശബ്ദ ചുനുക്കർ ലിഖേം എന്നാണ് ചോദ്യം. വിശേഷണ ശബ്ദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബഡേ പറഞ്ഞ വലുത്, ദിൻ ദിവസം, ഷഹർ പട്ടണം, ചൗക്ക് നാൽക്കവല. അപ്പോൾ ഇവിടെ എന്താണ്? വലുത് എന്നതാണ് വിശേഷണം അല്ലേ. ബഡേ വലുത്, വലിയ, ചെറിയ, സുന്ദരമായ അതൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിശേഷണം ഏതാണ്? ബഡേ എന്നതാണ്. സയാനി ബുവ കഹാനിക്കായി അംശ പടേ. സയാനി ബുവ എന്ന കഹാനിയുടെ തന്നിരിക്കുന്ന ഭാഗം വായിക്കുക. 9 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോർ शोर से अनून के पहाड़ जाने की तैयारी शुरू हुई. अनूनो അന്നു जोर जोर से നട്ട് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. जोर जोर से अन्नू के पहाड़ जाने की तैयारी शुरू हुई. पहले दोनों के कपड़ों की लिस्ट बनी, फिर जूतों की, मौसों की, गर्म कपड़ों की, ओढ़ने बिछाने के सामान की, बर्तनों की, हर चीज रखते समय वे भाई साहब को सख्त हिदायत कर देती थी कि एक भी चीज गोनी नहीं चाहिए. देखो यह फ्रॉक मत गो देना, 7 रुपये मैंने इनकी सिलाई दी है, ये प्याले मत तोड़ देना वरना 50 रुपये का सेट बिगड़ जाएगा. ചോദ്യം നോക്കാം. സയാനി ബുവാനെ ഫ്രോക്ക് സിൽവാനെ के लिए कितने रुपये दिए. സയാനി ബുവ ഫ്രോക്ക് തുന്നിക്കാൻ വേണ്ടി കൊടുത്ത രൂപ എത്രയായിരുന്നു? 7 അല്ലേ, 7 രൂപയാണ്. പഹാഡ് ജാനെ की तैयारी करते समय बुआ और भाई साहब के बीच का वार्तालाप लिखे. പഹാഡിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത്, ആ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബായി സാഹബും അതുപോലെ തന്നെ ബുവായും തമ്മിലുള്ള, ബുവ സയാനി ബുവയും തമ്മിലുള്ള വാർത്താലാപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്താലാപം എഴുതിയത് നോക്കാം. ബുവ ജാനെ കെ ലിയെ ക്യാ ക്യാ സാമാൻ ചാഹിയേ. നിങ്ങൾക്ക് പോവാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നാണ് ബുവ ചോദിക്കുന്നത്. ബായി സാഹബ് കപ്പടവും ജൂത്തെ ഓട്നെ ബിച്ചാനെ കി സാമാൻ ആദി. അപ്പോൾ ബായി സാഹബ് പറയാണ് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, വിരിക്കാനും പുതയ്ക്കാനുമുള്ളത് മുതലായവയാണ് വേണ്ടത് എന്ന് പറയുന്നു. ബുവ ബർത്തനോ കി സരുരത്ത് ഹേ. പാത്രം ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പാത്രം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബായി സാഹബ്. ഹാ സെറൂർ ചാഹിയേ. സെറൂർ എന്നാണ്, ഇവിടെ ഹാ എന്നാണ് കേട്ടോ.
അതെ എന്നുള്ള അർത്ഥം. അതെ വേണം. സെരൂർ സെരൂർ തീർച്ചയായും വേണം. പാത്രം തീർച്ചയായും വേണം എന്ന് പറയണം. ഇവിടെ കാ എന്നല്ല, ഇവിടെ സാ എന്നാണ് കേട്ടോ. സെരൂർ ചാഹിയെ തീർച്ചയായും വേണം. ബുവ ഏക് ബി ചീസ് ഗോനി നെഹി ചാഹിയെ ഒരു സാധനം പോലും നഷ്ടപ്പെടുത്തരുത്. ബായി സാബ് ആ ശരി, അതെ ഞാൻ നഷ്ടപ്പെടുത്തൂല എന്ന് പറയാണ്. ബുവ ഏ പ്യാലെ മത്തത്തോട് തേന ഈ കപ്പ് പൊട്ടിക്കരുത്. ബായി സാബ് ടീക്ക് ശരി, അങ്ങനെ എന്താണ് ടീക്ക് എന്ന് പറയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സയാനി ബുവാക്കി ചരിത്ര വിശേഷതാവോം പർ ടിപ്പണി ലിഖിയും എന്നതാണ് അടുത്ത ചോദ്യം. ഓർ ക്വസ്റ്റ്യൻ ആണ്. സയാനി ബുവയുടെ ചരിത്ര ടിപ്പണിയാണ്. മന്നു ഭണ്ഡാരി की കഹാനി സയാനി ബുവ की മുഖ്യ പാത്ര ഹെ സയാനി. മന്നു ഭണ്ഡാരിയുടെ കഥയായിട്ടുള്ള സയാനി ബുവ എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് സയാനി ബുവ. വേ ഏക് ഐസി മഹിള ഹെ ജോ സമയ്ക്ക് ബഹുത്ത് പാബന്ദ് രഖ്തി ഹെ. വളരെ കൃത്യനിഷ്ഠയുള്ളൊരു സ്ത്രീയാണ് അവർ. अपने किसी भी चीज को टूट जाना उसके लिए असहनीयത. തൻ്റെതായ ഒന്നും പൊട്ടിപ്പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉനക്കെ ഖിലാഫ് ബോൽനെ കി ഹിമ്മത്ത് കിസി കോ ഭി നഹി ഹെ. അവരോട് ഖിലാഫ് എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. സയാനി ബുവ ബാഹർ സെ കഠോർ ദിഖാത്തി ഹെ. സയാനി ബുവയെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കഠോരയായിട്ടാണ് തോന്നുന്നത്. ലേക്കിൻ ഉൻകെ മൻമേ അപ്പനെ പരിവാർ വാലോം കെ ലിയെ പ്യാർ ഓർ മമത ഹെ. എന്നാൽ അവൾക്ക് തൻ്റെ കുടുംബത്തോട് സ്നേഹവും വാത്സല്യവും ഉണ്ട്. ഭായി സാഹബ് ഓർ അന്നു ജാനെ കെ ബാദ് പത്ര നഹീം ആത്തെ സമയ് വഹ് ബഹുത്ത് പരേശാൻ ഹോ ജാത്തെ ഹെ. ഭായി സാഹബും അന്നുവും പോയതിനു ശേഷം കത്ത് വരാതിരുന്ന സമയത്ത് അവൾ വളരെ അധികം വിഷമിക്കുന്നു. സയാനി ബുവ ഏക് സശക്ത് പാത്ര ഹെ. സയാനി ബുവ ഒരു ശക്തമായ ഒരു കഥാപാത്രമാണ്. അത്രയാണ് സയാനി ബുവയുടെ ചരിത്ര ടിപ്പണി വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമൂനയ്ക്ക് അനുസാർ ലിഖിയും എന്നാണ് അടുത്ത ചോദ്യം. ബच्चे സ്കൂൾ ജാത്തേ ഹെ. ബच्चे സ്കൂൾ ജായേങ്കെ. അപ്പൊ ഈ ജാത്തേ ഹെ എന്നുള്ളത് എങ്ങനെയാ മാറിയത്? ജായേങ്കെ എന്ന് മാറി. അനൂൻ ആം ഗാത്തി ഹെ. അന്നു എന്നായിരിക്കും കേട്ടോ. അന്നു ആം ഗാത്തി ഹെ. അപ്പൊ ഇവിടേക്ക് എങ്ങനെയാ വരിക? അന്നു ആം ഗാത്തി ഹെ. ഇവിടേക്ക് എങ്ങനെ വരും? അന്നു ആം ഗായേങ്കി. ഇവിടെ ഗായേങ്കെ ബെച്ചെ ആയതുകൊണ്ടാണ്, ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഗാത്തി ഹെ എന്നുള്ളത് എന്താവും? ഗായേങ്കി. ഏം പിന്നെ ഗി വരും കേട്ടോ. ഗായേങ്കി. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിമി ലേഖിൽ നിന്നാണ്. 12-13 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ലൈനുകൾ വായിച്ചതിന് ശേഷം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. അന്തോണിയോക്കോ നൗക്കരി ചാഹിയേ. അന്തോണിയോക്ക് നൗക്കരി വേണം, ജോലി വേണം. ലേക്കിൻ നൗക്കരി ഐസി മിലി ഹെ ജിസ്കെ ലിയെ സൈക്കിൾ ഹോന സരൂരി ഹെ. പക്ഷേ ജോലി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സൈക്കിൾ അത്യാവശ്യമാണ്. ഉസ്കി പത്നി മറിയ बड़ी मुश्किलों से घर का सामान बेचकर साइकिल से पैसे जुटाती है. അയാളുടെ ഭാര്യ മറിയ വളരെയധികം പ്രയാസപ്പെട്ട് വീട്ടുസാധനങ്ങൾ വിൽപ്പന നടത്തി സൈക്കിളിനുള്ള പൈസ സ്വരൂപിക്കുന്നു. കാം കെ പഹലെ ഹി ദിൻ അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ. ജോലിയുടെ ആദ്യ ദിവസം തന്നെ അന്തോണിയുടെ സൈക്കിൾ കളവ് പോകുന്നു. ചോദ്യം നോക്കാം. സൈക്കിൾ ഖരീദിനെ കെ പൈസെ കോൻ ജുടാത്തെ ഹെ കൈസെ. സൈക്കിൾ വാങ്ങിക്കാനുള്ള പൈസ ആരാണ് സ്വരൂപിക്കുന്നത്, എങ്ങനെ എന്നാണ് ചോദ്യം. ഉസ്കി പത്നി മറിയ ബഡി മുഷ്കിലോം സെ ഘർ കാ സാമാൻ ബേച്ച്കർ സൈക്കിൾ കെ പൈസ ജുടാത്തി ഹെ. രണ്ടിൻ്റെ ആൻസർ ഇതിൽ വരുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എങ്ങനെയാണ് വീട്ടിലെ സാധനങ്ങൾ വിൽപ്പന നടത്തിയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. കോഷ്ടക് കെ ശബ്ദോं की मदद से वाक्य विस्तार करें.
ബ്രാക്കറ്റിലുള്ള ശബ്ദിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വാക്യവിസ്താർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്യവിസ്താർ ചെയ്തത് നോക്കാം. കോശിഷ് കർത്താഹേ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോശിഷ് കർത്താഹേ, ശ്രമിക്കുന്നു. എന്തിനു ശ്രമിക്കുന്നു? ചുരാനേക്കിലെ, കട്ടെടുക്കാൻ ശ്രമിക്കുന്നു. എന്ത് കട്ടെടുക്കാൻ? സൈക്കിൾ ചുരാനേക്ക് കോശിഷ് കർത്താ ഹേ. ആരാണ് സൈക്കിൾ കട്ടെടുക്കാൻ ശ്രമിക്കുന്നത്? അന്തോണിയോ. അന്തോണിയോ സൈക്കിൾ ചുരാനേക്ക് കോശിഷ് കർത്താ ഹേ. അപ്പോൾ നമുക്ക് എഴുതിയത് നോക്കാം. കോശിഷ് കർത്താ ഹേ, ചുരാനേക്ക് കോശിഷ് കർത്താ ഹേ, साइकिल चुराने की कोशिश करता है, अंतोनियो साइकिल चुराने की कोशिश करता है. അന്തോണിയോ സൈക്കിൾ ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ. അത്രയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്ന യാത്രാ വിവരണിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. 14-15 ചോദ്യം. मैंने उस शहर के चर्चों को उल्टा बनाया, अपने पेन की तरह मैं यह बना ही रहा था कि कतरीना गाते गाते रोने लगी. उसी समय जैतून के कुछ पत्ते मेरी स्केच बुक पर गिरे, मुझे वो आंसू की तरह लगे. ചോദ്യം നോക്കാം. എലൻ ഷാനെ ഷഹർ കെ ചർച്ചോ കോ കിസ് തര ബനായ. എലൻ ഷാ പട്ടണത്തിലെ പള്ളികളെല്ലാം എപ്രകാരമാണ് ഉണ്ടാക്കിയത്? ഉൽട്ടാ ബനായ അല്ലേ? എങ്ങനെയാണ്? ഉൽട്ടാ ബനായ. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. കൽപ്പന കരീം आपके स्कूल में एलन शाह के चित्रों की प्रदर्शनी चलाई जा रही है, इसके लिए एक പോസ്റ്റർ തയ്യാർ കരേം. നിങ്ങളുടെ സ്കൂളിൽ എലൻ ഷായുടെ ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട്, അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അത് തന്നെ പഠിക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരാം. ചിത്ര പ്രദർശനം ആയതുകൊണ്ട് ഹെഡിങ് ആയിട്ട് എന്ത് എഴുതണം? ചിത്രോങ്കി പ്രദർശനി. ആരുടേതാണ്? എലൻ ഷാ അല്ലെ? എലൻ ഷാക്കെ ചിത്രോങ്കി പ്രദർശനി. എന്നിട്ട് ഏത് ദിവസം, ഡേറ്റ്, അതുപോലെ തന്നെ സമയം, എവിടെയാണ്? സ്കൂളിൽ അല്ലേ? സ്കൂൾ സഭാഗൃഹം എന്ന് വെക്കുക. എന്നിട്ട് സബക്ക സ്വാഗതം വെക്കുക. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. പേട് കവിതാക്ക് ഈ പങ്ക്തിയാൻ പടേ. പേട് കവിതയുടെ വരികൾ വായിച്ചിട്ട് 16, 17, 18 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതേണ്ടത്. തുമ്നെ കിത്തനെ സിലെ കിനാരെ, കിത്തനെ സിലി സമീനെ, രംഗ് മഹക് കി ഹുയി സിലായി, ഫൂല് സിലെ പശ്മീനെ. ഈ 4 വരി വായിച്ചതിന് ശേഷം 16ാമത്തെ ചോദ്യം നോക്കാം. മഹക്ക് ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ കോൻസാ ഹേ എന്നാണ് ചോദ്യം. സുഗന്ധാണ് മഹക്ക് എന്നതിൻ്റെ അർത്ഥം വരുന്നത്. ഒരേ അർത്ഥം വരുന്നതാണ് ചോദിച്ചിട്ടോ. അപ്പോൾ സുഗന്ധമാണ് മഹക്ക്. അടുത്ത സഹി പ്രസ്താവ് പഹ്ചാനേ സഹി വികൽപ്പ് ചുൻകർ ലിഖിയും എന്നാണ്. താഴെ നിങ്ങൾക്ക് വികൽപ്പ് തന്നിട്ടുണ്ട്. മുകളിൽ തന്നിരിക്കുന്ന 4 സെൻറ്റൻസ് നന്നായിട്ട് വായിച്ചതിന് ശേഷം അതിലെ ശരിയുത്തരം ആദ്യം കണ്ട് ശരിയുത്തരം ഏതാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് നോക്കാം. ഒന്നാമത്തത് പേട് വാതാവരൺ കോ ഗന്ധ കർത്താ ഹേ. തെറ്റാണ് അല്ലേ? മരം ചുറ്റുപാടിനെ ഗന്ധ അഴുകിയതാക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല. പേട് വാതാവരൺ കോ ശുദ്ധ ബനാത്താ ഹേ. ശരിയാണ്. പേട് മരം ചുറ്റുപാടിനെ ശുദ്ധമാക്കുന്നു. മനുഷ്യ ഓർ പേട് ക ഗഹര സംബന്ധം. മനുഷ്യനും മരവും തമ്മിൽ ആഴമേറിയ ബന്ധമാണുള്ളത്. അതും ശരിയാണ്. മനുഷ്യ ഓർ പേട് ക കോയി സംബന്ധം നെഹി ഹേ. ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള 2, 3 ആണ് അല്ലേ? അപ്പോൾ ഇവിടേക്ക് നോക്കുക. അതാ 2, 3 ശരിയാണ്. കണ്ടോ? 2, 3 ശരിയാണ്. ഇതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. അടുത്ത ചോദ്യം. പേട് കവിത के बारे में अपना मत प्रकट करते हुए कवि के नाम एक पत्र लिखे. പേട് എന്ന കവിതയെക്കുറിച്ച് തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് കവിക്ക് കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പേട് എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിൽ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കത്തെഴുതിയ നോക്കാം. പ്രിയ കവി സുശീൽ ശുക്ലജി, നമസ്തേ. ആപ്കി കവിത പേട് പഠിക്കർ ബഹുത്ത് അച്ഛാ ലഗ. താങ്കളുടെ കവിത പേട് വായിച്ചപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി.
आपने पेड़ को एक दर्जी के रूप में प्रस्तुत करके प्रकृति को सुंदरता और उपयोगिता बहुत ही रचनात्मक ढंग से दिखाया है. താങ്കൾ മരത്തിനെ ഒരു തയ്യൽക്കാരൻ്റെ രൂപത്തിൽ പ്രസ്തുതമാക്കിക്കൊണ്ട് പ്രകൃതി സൗന്ദര്യത്തെ രചനാത്മകമായ രീതിയിൽ കാണിച്ചിരിക്കുന്നു. कविता से हमें पेड़ की महत्व का एहसास हुआ और यह भी समझ में आया कि वह जीवन को कितना सुंदर और उपयोगी बनाता है. आपकी कविता പ്രേരണാദായക ഹെ. ധന്യവാദ്. താങ്കളുടെ കവിത പ്രേരണാദായകമായിട്ടുള്ള കവിതയാണ്. ധന്യവാദ് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ കത്ത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പം എന്താ പറയുന്നത്, നിങ്ങളുടെ മരങ്ങൾ എന്ന കവിത വായിച്ചു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. വൃക്ഷത്തെ ഒരു തയ്യൽക്കാരൻ്റെ വേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യവും ഉപയോഗക്ഷമതയും സൃഷ്ടിപരമായി ചിത്രീകരിച്ചു. മരങ്ങളുടെ പ്രാധാന്യവും അവ ജീവിതത്തെ എങ്ങനെ മനോഹരവും ഉപയോഗപ്രദവുമാക്കുന്നു എന്നതും മനസ്സിലാക്കാൻ ഈ കവിതയിലൂടെ ഞങ്ങളെ സഹായിച്ചു. ആപ്കി കവിത പ്രേരണാദായക ഹെ. താങ്കളുടെ കവിത പ്രചോദനം നൽകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കവിത അവസാനിപ്പിച്ചു. ഇനി എന്താ ചെയ്യുക, അഡ്രസ്സ് എഴുതല്ലേ. സുശീൽ ശുക്ലജി, മധ്യപ്രദേശ്, ഹോഷങ്കാബാദ്. ആപ്കാ പ്രിയ മിത്ര, आपका प्रिय പാഠക് നാം അസ്താഷ. आपका പ്രിയ പാഠക് ട്ടോ. താങ്കളുടെ പ്രിയ വായനക്കാരൻ പേര് അസ്താഷർ. അടുത്ത ചോദ്യം നോക്കാം. സൂചനാ ഈ ചിത്രം നോക്കിയതിന് ശേഷം ഇതിൽ നിന്ന് രണ്ട് ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ചോദ്യം ഉണ്ടാക്കിയത് വളരെ സിമ്പിളായ രണ്ട് ചോദ്യമാണ് ഉണ്ടാക്കിയത്. ചിത്രമേ കോൻ കോൻ ഹേ, ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്. ബച്ചേ ക്യാ കർ രഹേ ഹേ, കുട്ടികൾ എന്താണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.